C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്രീലക്ഷ്മി, 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 ശ്രീലക്ഷ്മി പേടിക്കണ്ട. ഇപ്പൊ എന്നെ ശ്രീലക്ഷ്മിക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. ഞാൻ കുറെ നേരമായി ഇവിടെ വന്നിട്ട്. ഉറങ്ങിക്കിടക്കുന്ന നിന്നെ കുറെ സമയം ഞാൻ നോക്കിയിരുന്നു. സംസാരം അകത്ത് വേണ്ടെന്ന് കരുതിയ ഞാൻ ഇവിടെ വന്ന് നിന്നെ വിളിച്ചുണർത്തിയത്. എന്നത്തേക്കാളും സുരക്ഷിതമായി സമാധാനമായി ഇന്നാണ് ഈ അടുത്ത കാലത്തിനിടയ്ക്ക് നീ ഉറങ്ങുന്നതല്ലേ. നീ ഇവിടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ ഒരാൾ വർമ്മൻ വില്ലയിലുണ്ട്. ആ വീട്ടിൽ വേറൊരാളെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നിന്നെ മാത്രം ഓർത്തിരിക്കുന്ന, നിന്നെ മറക്കാത്ത, നീ മറക്കാത്ത ഒരാളുണ്ടിവിടെ. എനിക്ക് പകരം വന്ന നീ എന്നേക്കാൾ രവിയെ സ്നേഹിക്കുന്നുണ്ട്. രവി തിരിച്ചു. നിസ്സഹായ അവസ്ഥയിലായിരുന്നതുകൊണ്ടാവും നീ ഇറങ്ങിപ്പോരാൻ തുടങ്ങിയപ്പോ രവി തടയാത്തത്. നിന്റെ തീരുമാനത്തിനൊപ്പം നിന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ ശ്രീലക്ഷ്മിക്ക്? സ്വന്തം ഇഷ്ടത്തെക്കാളും സമാധാനത്തെക്കാളും നിന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം തരുന്നതുകൊണ്ട്. രാജനന്ദനെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്നിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി. പലരുടെയും കണ്ണിലെ കരടായി ഞാൻ മാറി. രവി സാറിന് പോലും സമാധാനം കിട്ടില്ലെന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് അവിടം വിട്ട് വരേണ്ടി വന്നത്. എന്നെ നോക്കിയാണ് പലരും പലതും പറയുന്നതെങ്കിലും ആ മൂർച്ചയുള്ള വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത് സാറിൻ്റെ നെഞ്ചിലേക്കാണ്. അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ പല ആവർത്തി ഞാൻ തീരുമാനിച്ചത്. പക്ഷെ രാജനന്ദനിക്ക് തന്ന വാക്ക്, ആ ഒരൊറ്റ കാരണത്താലും ഞാനൊരു രവി സാറിൽ നിന്ന് പോലും എല്ലാം ഒളിപ്പിച്ചത്. എല്ലാം എനിക്ക് മനസ്സിലായി ശ്രീലക്ഷ്മി. എന്റെ അവസ്ഥ നിനക്ക് വരരുത്. എന്നെ പിരിഞ്ഞപ്പോഴുള്ള അവസ്ഥ രവിക്കും. വളരെ കുറഞ്ഞ കാലയളവാണ് എന്റെയും രവിയുടെയും ജീവിതം. ആ കാലയളവിനുള്ളിൽ ഒരു ജന്മം മുഴുവനുള്ള സ്നേഹം രവി എനിക്ക് തന്നു. കൂടുതലായതുകൊണ്ടാവും എനിക്ക് രവിയുടെ സ്നേഹം ഇനിയും അനുഭവിക്കണമെന്ന് തോന്നിയതും ഞാൻ ശ്രീലക്ഷ്മിയായി പുനർജനിച്ചതും. എന്നാൽ ഇന്ന് ജീവന് തുല്യമായി കണ്ട് സ്നേഹിച്ച ശ്രീലക്ഷ്മി തന്നെ രവിയിൽ നിന്നും അകന്നു മാറി വന്നിരിക്കുന്നു. എനിക്കറിയാം ആ മനസ്സ്, ആ മനസ്സിന്റെ നീറ്റൽ. ഇതൊന്നും എനിക്കറിയാത്തതല്ല. രാജനന്ദനെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവണമെങ്കിൽ കുറച്ച് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. ഇപ്പോഴുള്ള ഈ പിണക്കവും ചേർത്ത് അന്ന് ഞാൻ സാറിനെ സ്നേഹിച്ചോളാം. നോക്ക് സാർ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനൊന്നും കഴിക്കില്ല. അവിടെ ഗായത്രി അമ്മയും
ഇവിടെ അച്ഛനും അമ്മയും ഒന്നും കഴിക്കില്ല. നമ്മളുടെ രണ്ടാളുടെ വിഷമങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിൽ എന്തിനാ സർ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി വിഷമിപ്പിക്കുന്നത്? ശരി, താൻ പോയി കഴിക്കും, ഞാൻ കഴിച്ചോളാം. സാർ ഇങ്ങനെ പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്ന കരുതിയാണോ? സാർ ആഹാരം കഴിക്കുന്നത് എനിക്ക് കാണണം. ഗായത്രി അമ്മയ്ക്കും സാർ ആഹാരം എടുത്ത് കൊടുക്കണം. ശരി, ഞാൻ അമ്മയ്ക്കും ആഹാരം എടുത്ത് കൊടുത്തോളാം. ഡോണ്ട് വറി. അങ്ങനെ പറഞ്ഞാ പോരാ. സാർ വീഡിയോ കോൾ കട്ട് ചെയ്യണ്ട. അമ്മയ്ക്ക് ആഹാരം എടുത്ത് കൊടുത്ത് സാറും അമ്മയും ഡിന്നർ കഴിക്കുന്നത് എനിക്ക് കാണണം. അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ച് ആഹാരം കഴിക്കാം. വേണ്ട മോനെ, എനിക്ക് തീരെ വിശപ്പില്ല. മോൻ കഴിച്ചോ? പറ്റില്ല അമ്മ. അമ്മ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശ്രീലക്ഷ്മി സമ്മതിക്കില്ല. ശ്രീലക്ഷ്മിയോ? എവിടെ? ശ്രീലക്ഷ്മി മോള് വന്നോ? എപ്പോഴാ വന്നത്? എവിടെ ശ്രീലക്ഷ്മി മോള്? ഫോണിലേക്ക് നോക്കിയേ. മോളെ ശ്രീലക്ഷ്മി. എന്താ അമ്മ ഇത്? അമ്മയും കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും അമ്മ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മോളെ. മോൾ ഈ വീട്ടിൽ നിന്ന് പോയപ്പോ ഈ വീട്ടിലുള്ളവരെല്ലാം അനാഥരായതുപോലെ തോന്നുക അമ്മയ്ക്ക്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു വിഷമം ഉണ്ടായിട്ടില്ല. നീ സ്നേഹം കൊണ്ട് ഈ അമ്മയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു മോള്. പെട്ടെന്ന് മോള് വീട്ടിലേക്ക് പോയപ്പോ അമ്മയ്ക്ക് മോള് തന്ന സ്നേഹം മുഴുവൻ നഷ്ടമാകുമോ എന്ന ഭയമുണ്ടാകുന്നു. എന്താ അമ്മ ഇത്? ഞാനും എന്റെ സ്നേഹവും ഒരിക്കലും അമ്മയും രവിസാറിനെയും വിട്ട് അകന്നു പോവില്ല. എന്റെ അവസാനത്തെ ശ്വാസം വരെ എന്റെ സ്നേഹവും കരുതലും എല്ലാം നിങ്ങൾക്കുള്ളതാ. അമ്മ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും ഒന്നും കഴിക്കില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും വേണ്ട. അമ്മ കഴിക്കാം. മോനെ. ശ്രീലക്ഷ്മി, അമ്മയെ ആഹാരം കഴിക്കാൻ പോവാ. താൻ പോയി അച്ഛനും അമ്മയായിട്ട് ആഹാരം കഴിക്കാൻ നോക്ക്. ശരി സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.